ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐറിസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ +1 ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മൊളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. പൊതുവെ കുട്ടികൾക്ക് എൻട്രൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തിയറി തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് വാസ്റ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗമാണ് കെമിക്കൽ ബോണ്ടിങ് തിയറീസ്. അതിനകത്ത് VSEPR തിയറി വരുന്നുണ്ട്, അതുപോലെ തന്നെ VBT വരുന്നുണ്ട്, അതുപോലെ തന്നെ MOT വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറികൾ ഒന്നാകെ നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് ആസ് എ ക്രാഷ് പ്രോഗ്രാമിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് ക്രാഷ് എടുക്കുന്നത് ഒരു പുതിയ മെത്തഡോളജിയിലൂടെയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ചാപ്റ്ററുകളെല്ലാം ഞാൻ തിയറികൾ ഒരുപാട് പറഞ്ഞു, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ടാണ് പോയതെങ്കിൽ ഈ കെമിക്കൽ ബോണ്ടിങ് ഇത് വളരെ വലിപ്പമുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ പോലും നമ്മൾ മണിക്കൂറുകൾ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് വെച്ചാൽ അത് മുഴുവൻ ട്രിക്കുകൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഏകദേശം ക്രാഷ് നമ്മൾ റിപ്പീറ്റർ ലെവൽ പറയുകയാണെങ്കിൽ 20 മണിക്കൂർ അല്ലെങ്കിൽ 20ന്റെ മുകളിൽ സമയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്രാഷ് പ്രോഗ്രാമിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും ഷോർട്ട് ട്രിക്കുകളായിരിക്കും. അതായത് ഓരോ ടോപ്പിക്കും എൻട്രൻസുകൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, ആ ഓരോ ട്രിക്കുകൾ കാണിക്കും. ആ ട്രിക്കുകളുമായി ബന്ധപ്പെട്ട് 2018, 17, 16 വർഷങ്ങളിലെ നീറ്റിന്, IITക്ക്, കീമിന് അങ്ങനെയുള്ള ഓരോ എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഇതിനെ കാണിച്ചു. മുഴുവൻ ട്രിക്കുകളായിരിക്കും. ആ ട്രിക്കുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് വന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ വീഡിയോ കേൾക്കാൻ. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ പേരാണ് ബോണ്ട് ഓർഡർ എന്നാണ്. ബോണ്ട് ഓർഡർ ഒന്നാമത്തെ ടോപ്പിക്, ദാറ്റ് ഈസ് ബോണ്ട് ഓർഡർ. മക്കളെ, നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി എന്ന് പറഞ്ഞാൽ മൊളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. ആ മൊളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാകും. ബോണ്ട് ഓർഡർ is equal to ½ into NB minus NA എന്നാണ്. റെഡിയാണല്ലോ? ആണ്. അതിനകത്ത് NB എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്താ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. NA എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്താ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. അങ്ങനെ ബോണ്ടിങ്ങിൽ നിന്ന് ആന്റി ബോണ്ടിങ്ങിന്റെ ഇലക്ട്രോൺസിന് എണ്ണം മൈനസ് ചെയ്ത് അതിനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ നിങ്ങൾക്ക് കിട്ടുക. ഇതാണ് നമ്മൾ സാധാരണ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, മോളിക്കുലർ ഓർബിറ്റൽ തിയറി σ1s2 σ7s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇട്ടിട്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ യഥാർത്ഥമായ മെത്തേഡല്ല, ഞാൻ അതിന്റെ എൻട്രൻസ് മെത്തേഡിലാണ് ഞാൻ ഇതിനെ കാണിക്കാൻ പോകുന്നത്. സാധാരണ ബോണ്ട് ഓർഡറിന്റെ ചോദ്യം വന്ന എൻട്രൻസിന് എങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഞാൻ അതിന്റെ ഇക്വേഷൻസ് ഒന്നുമല്ല ഞാൻ കാണിക്കുന്നത്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം 14 ആണ് നോക്കാം. റെഡി? 14 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 14 ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇത് മാത്രം നിങ്ങൾ പഠിച്ചത് വളരെ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 14 ആണെങ്കിൽ അവിടെ ബോണ്ട് ഓർഡർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇനി ഞങ്ങൾക്ക് 14 കഴിഞ്ഞാൽ അടുത്ത എത്ര മക്കളെ? 15 ആണ്. 15, 16 അങ്ങനെ 20 വരെ എഴുതാം. 16, 17, 18, 19, 20. റെഡി? അതായത് 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. ഇനി 14 to 20 വരെ എഴുതുക. അതുപോലെ നിങ്ങൾ ബാക്കോട്ട് എഴുതുക. 13, 12, 11, 10, 9, 8 വരെയും എഴുതുക. റെഡിയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 അല്ലേ? ആണ്. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ 0.5 കുറയ്ക്കാം, ഇങ്ങോട്ട് വരുമ്പോഴും 0.5 കുറയ്ക്കാം. അങ്ങനെയാണ് ഇത് 3 ആണെങ്കിൽ 15ന്റെ ബോണ്ട് ഓർഡർ എത്ര ആവും? ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 2.5 ആവും. റെഡി? അടുത്ത എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അടുത്ത എത്ര ആവും? 1.5 ആയിരിക്കും. അടുത്ത എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇതാവുമ്പോൾ 0.5. അടുത്താവുമ്പോൾ എത്ര? 0. ഇനി ബാക്കോട്ട് ആണെങ്കിലും 0.5 കുറയ്ക്കുക. 13 ആണെങ്കിൽ അതിൻ്റെത് 2.5, ഇവിടെ ആണെങ്കിൽ 2, ഇവിടെ ആണെങ്കിൽ 1.5, ഇവിടെ ആണെങ്കിൽ 1, ഇവിടെ ആണെങ്കിൽ 0.5, ഇവിടെ ആണെങ്കിൽ 0. ഇത്രയേ ഉള്ളൂ പണി. അതായത് 14 ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡറിന്റെ വാല്യൂ 3 ആണ്. 14 മുതൽ 20 വരെ എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 0.5 കുറച്ചു കൊടുക്കുക. 2.5, 2, 1.5, 1.5, 0. ഇനി ഇങ്ങോട്ടാണെങ്കിലും 2.5, എല്ലാതും 0.5 കുറയ്ക്കാം. നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുക.
ഇപ്പോൾ ഉദാഹരണത്തിന് നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ 12 ആണെങ്കിൽ മനസ്സിലാക്കിയുള്ള ബോണ്ട് ഓർഡർ വാല്യൂ 2 ആണ്. 17 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1.5 ആവും. 15 ആണെങ്കിൽ 2.5 ആവും. 16 ആണെങ്കിൽ 2 ആയിരിക്കും. ഇതിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്, ഒരു പണിയുമില്ല. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ ഓഫ് NO കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി ബോണ്ട് ഓർഡർ ഓഫ് NO എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു പണിയുമില്ല. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 7 ആണ്. 7 നൈട്രജൻ 7. അടുത്ത ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഞങ്ങളുടെ 8+7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 15 ആണ്. 15 ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡറിന്റെ വാല്യൂ എത്ര? 2.5. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡറിന്റെ വാല്യൂ എത്ര മക്കളെ? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2.5. സിമ്പിൾ. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ അടിക്കാം. ഇപ്പൊ CN ആണെങ്കിൽ എന്താ? കാർബൺ എന്താ? 6. നൈട്രജൻ എന്താ? 7. അങ്ങനെയാണെങ്കിൽ 6+7 എന്ന് പറഞ്ഞാൽ എത്ര? ദാറ്റ് ഈസ് 13. 13 ആണെങ്കിൽ ബോണ്ട് ഓർഡർ എത്ര? ബോണ്ട് ഓർഡർ ഈസ് 2.5. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുന്നത് ബോണ്ട് ഓർഡർ ഓഫ് ഇങ്ങനെയാണെങ്കിലോ ബോണ്ട് ഓർഡർ ഓഫ് CN-. CN-ന്റെ ബോണ്ട് ഓർഡർ ഇട്ടിരിക്കാൻ പറഞ്ഞാൽ കാർബൺ എന്ന് പറഞ്ഞാൽ 6, നൈട്രജൻ എന്ന് പറഞ്ഞാൽ 7. മക്കളെ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യല്ലേ? അപ്പൊ നമ്മൾ +1 ആഡ് ചെയ്യും. മൈനസ് ആണെങ്കിൽ പ്ലസ് ആഡ് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ ലോസ് ചെയ്യാം, മൈനസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 6, 7, 13, 1, 14. അപ്പോൾ ബോണ്ട് ഓർഡർ 14 ആണ്. ബോണ്ട് ഓർഡർ എത്ര? ബോണ്ട് ഓർഡർ ഈസ് 3. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ CN+ ആണെങ്കിലോ? CN+ എന്ന് പറഞ്ഞാൽ CN+ ആണെങ്കിൽ കാർബൺ എത്ര? 6, നൈട്രജൻ എത്ര? 7. ഇവിടെ പ്ലസ് ആവുമ്പോൾ -1. 6, 7, 13 എന്ന് വെച്ചാൽ 12. 12 ആണിപ്പോൾ ബോണ്ട് ഓർഡർ ഈസ് 2. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു വാല്യൂസ് പഠിച്ചിട്ട് അത് വാല്യൂസ് പഠിച്ചൊക്കെ ഒരു പണിയില്ല. 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണെന്ന് ആലോചിക്കുക. 14 ഓരോ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്തും ബോണ്ട് ഓർഡർ 0.5 കുറയും. ഇവിടെ നിന്നിട്ട് ഓരോ നമ്പർ കുറയുന്ന സമയത്തും ബോണ്ട് ഓർഡർ 0.5 കുറയും. ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ആർക്കാണ്ട് വെച്ചാൽ 14 എന്ന് പറയുന്ന ഇലക്ട്രോൺസിനാണ്. അതിന്റെ ബോണ്ട് ഓർഡർ വാല്യൂ 3 ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ. ഈ ഒരു കള്ളി പഠിച്ചു വെച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 2018 നീറ്റ് എക്സാമിന് വെച്ചിരുന്ന ചോദ്യം ഇതാണ്. Which of the following compounds have highest bond order? 4 ഓപ്ഷനുകളാണ് തന്നിരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ NO, രണ്ടാമത് CN, മൂന്നാമത് CN+, നാലാമത് CN-. 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഈ 4 കോമ്പൗണ്ടിൽ ഏത് കോമ്പൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ എന്നാണ് ചോദ്യം. 2018 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നൈട്രജൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7 ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 8 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ 8ഉം 7ഉം ദാറ്റ് ഈസ് 15 ആണ്. 15 ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2.5 ആണ്. റെഡി ആണല്ലോ? അടുത്തത് CN ആണ്. കാർബൺ എന്ന് പറഞ്ഞാൽ 6 ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ 7 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ 6+7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 13 ആണ്. 13 എന്ന് പറഞ്ഞാൽ ദ ബോണ്ട് ഓർഡർ ഈസ് 2.5. ഇനി CN+ എന്ന് പറഞ്ഞാൽ കാർബൺ എന്ന് പറഞ്ഞാൽ 6 ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ -1. 6, 7, 13 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ആണെങ്കിൽ ദ ബോണ്ട് ഓർഡർ ഈസ് 2. അടുത്താണ് CN-. CN- ആണെങ്കിൽ കാർബൺ എന്ന് പറഞ്ഞാൽ 6, നൈട്രജൻ എന്ന് പറഞ്ഞാൽ 7, മൈനസ് ആകുമ്പോൾ +1. അങ്ങനെയാണെങ്കിൽ 6, 7, 13, 14. 14 ആണെങ്കിൽ ദ ബോണ്ട് ഓർഡർ ഈസ് 3. അങ്ങനെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ ഹൈസ്റ്റ് ബോണ്ട് ഓർഡർ? ദ ബോണ്ട് ഓർഡർ ഈസ് CN-. 2018 നീറ്റ് എക്സാമിൽ വരുന്ന ചോദ്യം എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ട് തന്നാലും അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ഈ സാധനവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെഡിയാണല്ലോ? ഇതാണ് 2018 നീറ്റ് എക്സാമിൽ വെച്ച ചോദ്യം. അങ്ങനെയാണെങ്കിൽ നീറ്റ് എക്സാമിന്റെ മറ്റൊരു ചോദ്യമാണ് ഞാൻ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. റെഡി? മറ്റൊരു നീറ്റ് പ്രോബ്ലം ആണിത്. അതായത് നിങ്ങൾക്ക് 4 കോമ്പൗണ്ട് ഉണ്ട്. ഒന്ന് O2+ ആണ്, O2 ആണ്, O2- ആണ്, O2 2- ആണ്. 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. O2+, O2, O2-, O2 2-. ഈ 4 ആൾക്കാരുടെ ബോണ്ട് ഓർഡറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതിന് 4 ഓപ്ഷനുകൾ ഉണ്ടാവും. ഞാൻ ഓപ്ഷനുകൾ കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നീറ്റ് എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പം ഓപ്ഷൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ തരാം,
പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് 4 ഓപ്ഷനുകളായിരുന്നു അന്ന് തന്നിരുന്നത്. ഞാൻ ഓപ്ഷനുകളൂടെ കാണിക്കുന്നില്ല. ഇങ്ങനെ ഈ 4 ആൾക്കാർ തന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇൻക്രീസിങ് ഓർഡറിൽ ബോണ്ട് ഓർഡറിന്റെ ഇൻക്രീസിങ് ഓർഡർ ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുക നോക്കാം. സംഭവം വളരെ സിമ്പിൾ ആണ്. O2 പ്ലസ് O2 O2 മൈനസ് O2 2 മൈനസ്. റെഡി? ഓരോ ആൾക്കാരുടെ ആദ്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. O2 പ്ലസ് ആണ്. O2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 8 ആണ്. O2 ആകുമ്പോൾ 16 ആയി. 16ൽ നിന്ന് 1 പറഞ്ഞാൽ പ്ലസ് ആവും മൈനസ് അടിക്കണം. ദാറ്റ് ഈസ് 15. 15 ആണെങ്കിൽ മക്കളെ ബോണ്ട് ഓർഡർ എത്ര? 15 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 2.5. അടുത്ത O2 ആണെങ്കിൽ 16 ആണ്. 16 ആണെങ്കിൽ ബോണ്ട് ഓർഡർ എത്ര? ബോണ്ട് ഓർഡർ 2. അടുത്ത O2 മൈനസ് ആണ്. O2 ആകുമ്പോൾ 16 ലേക്ക് 1 എഴുതുക 17. 17 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1.5. അടുത്ത O2 2 മൈനസ് ആകുമ്പോൾ O2 എന്ന് പറയുന്നത് 16 രണ്ടെണ്ണം ആഡ് ചെയ്ത ദാറ്റ് ഈസ് 18. 18 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 18 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1. അങ്ങനെയാണ് മക്കൾ ഇതിലെ ഹയസ്റ്റ് ബോണ്ട് ഓർഡർ ആയിരിക്കാം O2, കാരണം 2.5 2 1.5 1. അങ്ങനെയാണ് ഇതിന്റെ ബോണ്ട് ഓർഡറിന്റെ ഓർഡർ എങ്ങനെയാണ് വരിക? ബോണ്ട് ഓർഡറിന്റെ ഓർഡർ ഇങ്ങനെയാണ് വരിക. O2 പ്ലസ് O2 O2 മൈനസ് O2 2 മൈനസ്. അപ്പോൾ ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ചിലപ്പോൾ അങ്ങനെ വരും, കുറെ ആൾക്കാർ തന്നിട്ട് ഇതിൽ സെയിം ബോണ്ട് ഓർഡർ വരുന്ന സെറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിൽ ആർക്കാണ് ബോണ്ട് ഓർഡർ കൂടുതലുള്ളതെന്ന് ചോദിക്കാം, ആർക്കാണ് ബോണ്ട് ഓർഡർ കുറവുള്ളതെന്ന് ചോദിക്കാം. ഈ തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ലോജിക്കാണ്. അപ്പോൾ ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി മക്കളെ ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന അടുത്ത ഒരു ലോജിക് കൂടി ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാൻ വേണ്ടി പോവാണ്. മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ദ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ആണ്. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 4 ആൾക്കാർ 4 കോമ്പൗണ്ടുകൾ തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇതിൽ ആർക്കാണ് മക്കളെ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതലുള്ളത് അയാൾക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ കൂടിയ സ്റ്റെബിലിറ്റി കൂടും. ദ ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി എന്നാണ് പിടികിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്നാണ്. ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. അതായത് ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയുമെന്നാണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചത് എക്സാമ്പിൾ എടുക്കാം. ഏതാ? O2 പ്ലസ് O2 മൈനസ് O2 പ്ലസ്. റെഡി? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. O2 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ 15. 15ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2.5. O2 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16ന്റെ ബോണ്ട് ഓർഡർ ഈസ് 2. O2 മൈനസ് എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 1 17. 17 ആണെങ്കിൽ 1.5. O2 2 മൈനസ് ആണെങ്കിൽ O2 എന്ന് പറഞ്ഞാൽ 16. 16 പ്ലസ് 2 18. 18 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1. എന്ന് പറഞ്ഞാൽ ഈ 4 ആൾക്കാർ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇതിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതൽ അയാൾക്കാണ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ 4 ആൾക്കാർ തന്നിട്ട് ഇതിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ O2 പ്ലസിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാവും. എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. ഇനി വെക്കുകയാണ് ഈ 4 ആൾക്കാർ തന്നിട്ട് ഇതിൽ ആർക്കാണ് ബോണ്ട് ലെങ്ത് കൂടുതലുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബോണ്ട് ഓർഡർ കുറവുള്ള ആൾക്കാണ് ബോണ്ട് ലെങ്ത് കൂടുതലുണ്ടാവും. അപ്പോൾ ബോണ്ട് ഓർഡർ ഏറ്റവും കുറവുള്ളത് O2 2 മൈനസ് ആണ്. അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടുതലുണ്ടാവുക O2 2 മൈനസിനാവും. ഇനി ബോണ്ട് ലെങ്ത് കുറവുണ്ടാവുന്ന ആർക്കായിരിക്കും? ബോണ്ട് ഓർഡർ കൂടുതലുള്ള ആൾക്കാണ് ബോണ്ട് ലെങ്ത് കുറവുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് പലതരത്തിൽ ചോദിക്കാം. ബോണ്ട് ഓർഡർ കൂടുതലായിരിക്കാന്ന് ചോദിക്കാം, ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കാന്ന് ചോദിക്കാം, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കാന്ന് ചോദിക്കാം, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ചോദിക്കാം, ബോണ്ട് ഓർഡറിന്റെ ഓർഡർ ചോദിക്കാം, അതുപോലെ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ ചോദിക്കാം. ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കാണിക്കുന്ന കെമിക്കൽ ബോണ്ടിങ്ങിലെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇസ് റിലേറ്റഡ് വിത്ത് ദ ബോണ്ട് ഓർഡർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മളതിലെ ജനറൽ ആയിട്ട് നമ്മൾ ബോർഡ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന മെത്തഡല്ല ഞാൻ കാണിക്കാൻ പോകുന്നു. ഞാനത് ഷോർട്ട് കട്ട് ആയിട്ട് എങ്ങനെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എൻട്രൻസ് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ ഹൈബ്രിഡൈസേഷൻ പറയാൻ വേണ്ടി പറയും. അത് ഏത് ഹൈബ്രിഡൈസേഷനിലാണല്ലോ എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ചോദിക്കാം, അതുപോലെ തന്നെ അതിനകത്ത് എത്ര ലോൺ പെയർ ഉണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്. ഇങ്ങനെ 4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ അതിനകത്തോടെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒന്ന് ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും, രണ്ടാമതായിട്ട് നമുക്ക് അതിന്റെ ജോമെട്രി പറയാൻ പറ്റും, പിന്നെ അതിനകത്ത് നമ്പർ ഓഫ് ലോൺ പെയർസ് പറയാൻ പറ്റും, നമ്പർ ഓഫ് ബോണ്ട് പെയർസ് പറയാൻ പറ്റും. ഇങ്ങനെ 4 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഞാൻ ഇതിനകത്തോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്പർ ഓഫ് ബോണ്ട് പെയർസ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിന് വേണ്ടിയുള്ള അപ്രോച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ട് ആ ഷോർട്ട് കട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്.
ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സെൻട്രൽ ആറ്റം ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് ആദ്യത്തെ പോയിന്റ്. ഫൈൻഡ് ഔട്ട് ദ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം ആരാണ് എന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് ദ സെൻട്രൽ ആറ്റം. തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്തുള്ള സെൻട്രൽ ആറ്റം ആരാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ആറ്റം ആരാണോ ആ സെൻട്രൽ ആറ്റത്തിനകത്ത് ഉണ്ടാകുന്ന വാലൻസ് ഇലക്ട്രോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിനകത്ത് ഉണ്ടാകുന്ന വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിനകത്ത് വാലൻസ് ആണ് 17ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ വാലൻസിനകത്ത് 7 ഇലക്ട്രോൺ ഉണ്ടാവുക. റെഡി. ഇനിയിപ്പോൾ 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിലോ അതിന്റെ വാലൻസിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും. നൈട്രജൻ 15ാമത്തെ ഗ്രൂപ്പ് ആയിട്ട് അതിനകത്ത് 5 വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ സെൻട്രൽ ആറ്റം ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ അതിനകത്ത് ഉണ്ടാകുന്ന വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതിനകത്ത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് എത്ര പൈ ബോണ്ട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതാണ്. ദാറ്റ് ഈസ് സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ എന്നാണ്. അതായത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് നോക്കുക എത്ര ലോൺ പെയർ ഉണ്ട് നോക്കുക. ഇതിന്റെ രണ്ടിന്റെയും സമ്മനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ആദ്യം സെൻട്രൽ ആറ്റം കണ്ടുപിടിക്കുക. സെൻട്രൽ ആറ്റത്തിനകത്തുള്ള വാലൻസ് കണ്ടുപിടിക്കുക. സിഗ്മ പൈ ബോണ്ട് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ എത്ര ലോൺ പെയർസ് ഉണ്ട് കൂടി വേണമെങ്കിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സംഭവം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് ClF4+. ഇപ്പൊ ചോദിക്കുകയാണ് ClF4+ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം എന്താണ് ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് സെൻട്രൽ ആറ്റം ആരാണെന്നാണ്. ആരാമക്കളത്തിന്റെ സെൻട്രൽ ആറ്റം ക്ലോറിൻ ആണ് സെൻട്രൽ ആറ്റം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു സെൻട്രൽ ആറ്റം ഈസ് ക്ലോറിൻ. ഇനി ക്ലോറിൻ ആണ് സെൻട്രൽ ആറ്റം എങ്കിൽ ഇതിനകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ക്ലോറിൻ 17ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര ആയിരിക്കും 7 ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാം. 7 വാലൻസ് കാണിക്കാം. 1 2 3 4 5 6 7. ക്ലിയർ ആവുന്നുണ്ടാവുന്നതായിരിക്കുന്നു. ClF4+ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ 17ാമത്തെ ഗ്രൂപ്പാണ്. സെൻട്രൽ ആറ്റം ഐഡന്റിഫൈ ചെയ്തു. സെൻട്രൽ ആറ്റത്തിനകത്ത് ഉണ്ടാകുന്ന വാലൻസ് ഇലക്ട്രോൺ ഐഡന്റിഫൈ ചെയ്തു. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് 7 വരച്ചു. 2 4 6 7. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ മോണോ അറ്റോമിക് ആണോ ഡയറ്റോമിക് ആണോ. ഫ്ലൂറിൻ ഈസ് മോണോ അറ്റോമിക് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ഫ്ലൂറിൻ ഇല്ലേ. അപ്പൊ ഞാൻ ഓരോ ലോൺ പെയറിനനുസരിച്ച് ഓരോ ഇലക്ട്രോൺസിനും ഞാൻ ഓരോ ഫ്ലൂറിനെ കാണിച്ചു. ഫ്ലൂറിൻ അടുത്ത് ഫ്ലൂറിൻ അടുത്ത് ഫ്ലൂറിൻ അടുത്ത് ഫ്ലൂറിൻ. റെഡി. ഇനി മക്കളെ പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്തു എന്നാണ് അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോൺസിനെ ഞാൻ വെട്ടി ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഒഴിവാക്കിയത്? കാരണം പോസിറ്റീവ് ആയി. ഇനി ഒരു നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ ഞാൻ ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാം. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യാം. ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഓരോ ബോണ്ട് പെയർ ആയതുകൊണ്ട് ഇതൊരു സിഗ്മയാണ്. ഇതൊരു സിഗ്മ ഇതൊരു സിഗ്മ ഇതൊരു സിഗ്മ. എത്ര സിഗ്മ ഉണ്ട്? 4 സിഗ്മ ഉണ്ട്. ഇത് രണ്ടെണ്ണം കൂടി ചേർന്ന് എന്തായി ഒരു ലോൺ പെയർ ആയി. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1 2 3 4 സിഗ്മയുണ്ട്. ഒരു ലോൺ പെയർ ഉണ്ട്. 4 1 എത്രയായി? 5 ആയി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് മക്കളെ. ഈ കിട്ടുന്ന ഹൈബ്രിഡൈസേഷന് കിട്ടുന്ന നമ്പർ 2 ആണെങ്കിൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആയിരിക്കും. ഒരു s ഒരു p ആയിരിക്കും. സിമ്പിൾ. ഇനി 3 ആണെങ്കിലോ sp2 ആയിരിക്കും. 4 ആണെങ്കിലോ sp3 ആയിരിക്കും. 5 ആണെങ്കിലോ sp3d ആയിരിക്കും. 6 ആണെങ്കിലോ sp3d2 ആയിരിക്കും. 7 ആണെങ്കിലോ sp3d3 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സംഭവം വളരെ സിമ്പിൾ ആണ്. ഒരു പണിയുമില്ല. 2 ആണെങ്കിൽ ഒരു എസും പിയും അപ്പൊ sp. 3 ആണെങ്കിൽ sp2. 4 ആണെങ്കിൽ sp3. 5 ആണെങ്കിൽ sp3d. 6 ആണെങ്കിൽ sp3d2. 7 ആണെങ്കിൽ sp3d3. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻസ് പോവുക. ഇവിടെ കിട്ടിയിരിക്കുന്ന എത്ര മക്കളെ? 5 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d ഹൈബ്രിഡൈസേഷൻ എന്നാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഇതിൽ തന്നെ നിങ്ങളോട് ചോദിക്കാം. അതായത് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതിനകത്ത് എത്ര ലോൺ പെയർസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോൺ പെയർ ആണ്. റെഡി ആണല്ലോ. ഇനി ഇതിനകത്ത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ടെന്ന് വെച്ചാൽ എത്ര? 4 സിഗ്മ ബോണ്ട്. എത്ര പൈ ബോണ്ട് എന്ന് ചോദിച്ചാലോ ഇതിനകത്ത് പൈ ബോണ്ട് ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് ശേഷം പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പം. ഞാൻ വളരെ സ്ലോയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഐഡിയ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. ദാറ്റ് ഈസ് H3O+ ആണ്. H3O+.
വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. X3O+ന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണെങ്കിൽ 16ാമത്തെ ഗ്രൂപ്പാണ്. 16 എന്ന് പറയുന്നത് വാലൻസി 6 ആയിരിക്കും. ഇപ്പൊ ഞാൻ 6 ഇലക്ട്രോൺ കാണിച്ചു. 1 2 3 4 5 6. ഇവിടെ ഒരു പ്ലസ് ഉള്ളതുകൊണ്ട് ഒന്ന് വെട്ടിപ്പോയി, ഒന്ന് ഒഴിവാക്കി. 3 ഹൈഡ്രജനാണ്. അപ്പോൾ 1 2 3 ഹൈഡ്രജനെ കാണിച്ചു. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ലോൺ പെയർ ആയിരിക്കും. റെഡി ആണല്ലോ? ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ. 3 സിഗ്മയും ഒരു ലോൺ പെയറും. 3 + 1 എന്ന് പറഞ്ഞാൽ 4. 4 ആണെങ്കിൽ എന്താ മക്കളെ? 4 ആണ്. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. H3O+നെ കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിജൻ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. അപ്പോൾ ഞാൻ ഇവിടെ 6 എണ്ണം കാണിച്ചു. ഒരു പ്ലസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഞാൻ വെട്ടി ഒഴിവാക്കി. 3 ഹൈഡ്രജനാകുമ്പോൾ 3 സിഗ്മ കാണിച്ചു. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ലോൺ പെയർ. 3 + 1 4. 4 ആണെങ്കിൽ sp3. ഇനി എല്ലാവരും ഇവിടേക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഒരു നമ്പർ കാണിക്കാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ എങ്ങനെയാണ്? 2 1 2 2 2 1. ഞാൻ വേറെ ഷോർട്ട് കട്ടാണ് കാണിക്കാൻ പോകുന്നത്. 2 1 2 2 3 1 3 2 4 1 4 2 5. എന്താണ്? 2 1 2 2 3 1 3 2 4 1 4 2 5. ഇത്രയും കാണിക്കാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? ബി ബി ടി ടി എസ് എസ് എസ്. ഇതാണ് നമ്മുടെ പോയിന്റ്. കൂടുതലാണ്. 2 1 2 2 3 1 3 2 4 1 4 2 5. അങ്ങനെയാണെങ്കിൽ ബി ബി ടി ടി ട്രിപ്ലസ് എന്നാണ്. ആദ്യത്തെ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബെൻഡ. രണ്ടാമത്തെ ബിയും ബെൻഡ. റെഡി? അടുത്ത ട്രയാഗണൽ പിരമിഡലാണ്. അടുത്തത് ടി ഷേപ്പ് ആണ്. അടുത്ത് സീസോ ആണ്. അടുത്ത് സ്ക്വയർ പ്ലനാർ ആണ്. സ്ക്വയർ പ്ലനാർ. അടുത്ത് സ്ക്വയർ പിരമിഡലാണ്. പിരമിഡ്. സിമ്പിൾ. 2 1 2 2 3 1 3 2 4 1 4 2 5. ഇങ്ങനെ ഇത് ആദ്യത്തെ 2 എണ്ണം ബി, പിന്നത്തെ 2 എണ്ണം ടി, പിന്നത്തെ 3 എണ്ണം എസ്. ആദ്യത്തെ 2 ബി എന്ന് പറഞ്ഞാൽ 2 ബെൻഡാണ്. പിന്നെ അടുത്ത് ട്രയാഗണൽ പിരമിഡലും പിന്നെ ടി ഷേപ്പാണ്. ട്രയാഗണൽ പിരമിഡലും നിങ്ങൾക്കറിയാം, നമ്മൾ ആൽഫബറ്റിൽ ആദ്യം പിരമിഡലാണ്, പിന്നെയാണ് എസ് വരിക. PQRS ആണ് വരിക. അപ്പോൾ പിരമിഡൽ വരും, രണ്ടാമത് ടി ഷേപ്പ് വരും. പിന്നെ ആദ്യത്തെ സീസോ, സ്ക്വയർ പ്ലനാർ, സ്ക്വയർ പിരമിഡൽ. ഇതെന്താ ഈ 2 1 2 2 3 1 3 2 4 1 4 2 5 എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. സംഭവം വളരെ സിമ്പിളാണ്. ഇത് ആലോചിക്കാൻ ഏറ്റവും എളുപ്പം എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഈ 2 1 2 2 എന്നുള്ള സാധനത്തിൽ ഞാൻ നേരെ 2 കള്ളിയായിട്ട് ഡിവൈഡ് ചെയ്യാം. 2 കള്ളിയായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആദ്യം കാണിക്കുന്നതാണ് ബോണ്ട് പെയർ, രണ്ടാമത്തെ കാണിക്കുന്നതാണ് ലോൺ പെയർ. സിമ്പിൾ. അപ്പോൾ 2 ബോണ്ട് പെയറും 1 ലോൺ പെയർ ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ബെൻഡായിരിക്കും. 2 ബോണ്ട് പെയറും 2 ലോൺ പെയർ ഉണ്ടെങ്കിലും അത് ബെൻഡായിരിക്കും. 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ ഉണ്ടെങ്കിലും ട്രയാഗണൽ പിരമിഡലാവും. 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ ടി ഷേപ്പ് ആവും. 4 ബോണ്ട് പെയർ 1 ലോൺ പെയർ ആണെങ്കിൽ സീസോ. 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ ആണെങ്കിൽ സ്ക്വയർ പ്ലനാർ. 5 ബോണ്ട് പെയർ 1 ലോൺ പെയർ ആണെങ്കിൽ സ്ക്വയർ പിരമിഡ്. ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരാം. ഇവിടെ sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. 3+1 ആണ് ഇവിടെ 4 എന്ന് വരുന്നത്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറോ. 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിനകത്ത് മക്കളെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് ചോദിച്ചാൽ 3 സിഗ്മ ബോണ്ട് എന്ന് പറയാം. എത്ര ലോൺ പെയർ ഉണ്ടെന്ന് വെച്ചാൽ 1 ലോൺ പെയർ എന്ന് പറയാം. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ വെച്ചാൽ sp3 ആണെന്ന് പറയാം. ഇതിന്റെ ഷേപ്പ് ചോദിച്ചാൽ പറയാം. ഇങ്ങനെയുള്ള ഏത് ചോദ്യങ്ങളും വന്നാലും ചെയ്യാൻ പറ്റൂലേ? ഞാൻ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. റെഡി? അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് IF7. അപ്പോൾ ഈ IF7 എന്ന കോമ്പൗണ്ടിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ID എന്ന് പറഞ്ഞാൽ എത്ര? ID എന്ന് പറഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 7 ആണ്. 1 2 3 4 5 6 7. ഇനി ഇവിടെ പ്ലസും മൈനസും ഒന്നും ഇല്ലാട്ടോ. നമുക്ക് വെട്ടാനും ആഡ് ചെയ്യാനൊന്നുമില്ല. 7 ഫ്ലൂറിൻ ഉണ്ടാകുമ്പോൾ 1 2 3 4 5 6 7. റെഡി? ഒക്കെ സിഗ്മയാണ്. സിഗ്മ 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 സിഗ്മ. എത്ര സിഗ്മ ഉണ്ട്? 7 സിഗ്മ ഉണ്ട്. എത്ര ലോൺ പെയർ ഉണ്ട്? ലോൺ പെയറില്ല. അപ്പോൾ A ആണ്. A ആണ് ഈ ഹൈബ്രിഡൈസേഷൻ. ഏതാ? ദാറ്റ് ഈസ് sp3 d3. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇങ്ങനെ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ അതിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ പറ്റും, അതിനകത്ത് എത്ര ലോൺ പെയർ ഉണ്ട് എത്ര ബോണ്ട് പെയർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത എക്സാമ്പിൾ ആണ് ദാറ്റ് ഈസ് ClO3-. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ClO3-. അങ്ങനെയാണ് മക്കളെ, ക്ലോറിൻ ആണ്. ക്ലോറിൻ ആണെങ്കിൽ ഇതിന്റെ വാലൻസ് എത്ര? A ആണ്. അപ്പൊ 1 2 3 4 5 6 7. ഇനി മക്കളെ ഇവിടെ ഒരു മൈനസ് ചാർജ് ഒന്ന് ആഡ് ചെയ്യണം. ഞാൻ അത് ഒന്ന് ആഡ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറെ കളറിൽ കാണിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വേറെ കളറിൽ കാണിച്ചു. റെഡി? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇത് ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഓക്സിജനെ 2 വേണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും മക്കളെ, ഇവിടെ 3 ഓക്സിജൻ ആണ്. ഈ 2 ഒരു ഓക്സിജൻ വേണം, ഈ ഒരു 2 ഒരു ഓക്സിജൻ, ഈ 2 ഒരു ഓക്സിജൻ. റെഡിയല്ലേ? ആണ്. മൈനസ് നമ്മളോട് ഓൾറെഡി കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു സിഗ്മയും ഒരു പൈ ആയിരിക്കും. ഒരു സിഗ്മ ഒരു പൈ, ഒരു സിഗ്മ ഒരു പൈ. ഇത് 2 കൂടി ചേർന്ന് ഒരു ലോൺ പെയർ ആവും. നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ്. 3 സിഗ്മ ഒരു ലോൺ പെയർ. അങ്ങനെയാണെങ്കിൽ 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 ആണെങ്കിൽ ഇതിൽ ഹൈബ്രിഡൈസേഷൻ എന്താ മക്കളെ? 4 ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾക്കറിയാം 3 + 1 3 ആണെങ്കിൽ എന്താ? ട്രയാഗണൽ പിരമിഡ്. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പിരമിഡൽ, ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും. പറഞ്ഞാൽ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് ഹൈബ്രിഡൈസ്, അതായത് ഒരു കോമ്പൗണ്ട് എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് സിഗ്മ ബോണ്ട് കണ്ടുപിടിക്കാം, അതിനകത്ത് എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം, എത്ര ലോൺ പെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം, അതിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം, അതിന്റെ ജോമെട്രി കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് 2018 നീറ്റിന് വെച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ സ്ട്രക്ചർ ഓഫ് ClF3 how many lone pairs are present? അതായത് ClF3യുടെ സ്ട്രക്ചറിനകത്ത് എത്ര ലോൺ പെയറുകൾ പ്രസന്റ് ആണ് എന്നാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ അതേ മെത്തഡ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ClF3 എടുത്തു കഴിഞ്ഞാൽ ClF3 എന്ന് പറഞ്ഞാൽ ക്ലോറിൻ 7 ആണ്. അപ്പൊ തന്നെ കാണിക്കുക 7 1 2 3 4 5 6 7. റെഡി? ഇനി ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ മോണോറ്റോമിക് ആണ്. അപ്പോൾ ഒരു ഫ്ലോറിൻ റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോൺ പെയർ, ഇത് കൂടി ചേർന്ന് ഒരു ലോൺ പെയർ. അങ്ങനെയാണെങ്കിൽ എത്ര ലോൺ പെയർ ഉണ്ടോ മക്കളെ? 2 ലോൺ പെയർ ഉണ്ടാവും. അപ്പോൾ ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് 2 ലോൺ പെയർസ്. 2018 നീറ്റ് എക്സാമിന് വെച്ചിരുന്ന ചോദ്യമാണ്. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതുപോലുള്ള ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ കാണിക്കുന്ന ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതേ ചോദ്യത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇതൊരു സിഗ്മ 3 സിഗ്മയുണ്ട്, 2 ലോൺ പെയർ. 3 + 2 ആണ്. 3 + 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് sp3d ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും, sp3d ഹൈബ്രിഡൈസേഷൻ. ഇനി നിങ്ങളോട് ഇതിന്റെ ജോമെട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിഗ്മയും 2 ലോൺ പെയർ അല്ലേ? അപ്പൊ 3 2 3 2 എന്ന് പറഞ്ഞാൽ ഷേപ്പ്, ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് T ഷേപ്പ് ആയിരിക്കും. അപ്പോൾ മക്കളെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ഐഡിയ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ 2 3 4 5 6 7 എന്നുള്ള ഈ ഐഡിയ പഠിക്കുക. അതുപോലെ ലോൺ പെയറിന്റെ ഈ ഷേപ്പ് എങ്ങനെയാണ് പേര് പഠിക്കുക എന്നുള്ളത് പഠിക്കുക. ഈ ചെയ്യുന്ന മെത്തേഡ് പഠിക്കുക. ഓക്കെ റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിലെ 3ാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടി പോകാൻ, ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ. പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഇതും എൻട്രൻസുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാത്ത ഒരു ടോപ്പിക്കാണ്. അതായത് കുറെ ആൾക്കാർ തന്നിട്ട് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന ചോദ്യമാണ്. നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ മക്കളെ. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ all odd electron species, അതുപോലെ 10 electron species and 16 electron species. അതായത് എല്ലാ ഓഡ് ഇലക്ട്രോൺ ആയിട്ടുള്ള സ്പീഷീസുകളും പാരാമാഗ്നറ്റിക് ആയിരിക്കും. 10 ഇലക്ട്രോൺ ശരിക്കും ഇത് ഈവൻ ആണ്, ഇത് എക്സെപ്ഷൻ ആണ്. 10 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാലും പാരാമാഗ്നറ്റിക് ആണ്, 16 വന്നു കഴിഞ്ഞാലും പാരാമാഗ്നറ്റിക് ആണ്. ഇനി ഡയാമാഗ്നറ്റിക് ആണോ? ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഓൾ ഈവൻ ഇലക്ട്രോൺ സ്പീഷീസ്.
ഓൾ ഓഡ് ഇലക്ട്രോൺ സ്പേസ് 10 ഇലക്ട്രോൺ സ്പേസ് 16 ഇലക്ട്രോൺ സ്പേസ് പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ഓൾ ഈവൻ ഇലക്ട്രോൺ സ്പേസുകളെല്ലാം എന്താണ് ഡയാമാഗ്നറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഓൾ ഈവൻ എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഏതായിരിക്കും 10 ആൻഡ് 16 വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 10 അതുപോലെ 16 ഓൾ ഓഡ് പാരാമാഗ്നറ്റിക്, ഓൾ ഈവൻ സ്പേസ് എന്താണ് ഡയാമാഗ്നറ്റിക്. ലോജിക് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവരും എഴുതിയെടുത്തോളാം. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു Li2. നിങ്ങൾക്ക് Li2 എന്ന് പറഞ്ഞാൽ ലിഥിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ 2 ഉണ്ടാവുമ്പോൾ 6 ആയി ആണല്ലോ. നിങ്ങൾക്കറിയാം ഏതൊക്കെയാ പാര എന്ന് പറഞ്ഞാൽ ഓൾ ഓഡ് അതുപോലെ 10 അതുപോലെ 16 വരുന്നത് പാരയാണ്. ഇനി ഡയ എന്ന് പറഞ്ഞാൽ ഏതാ ഓൾ ഈവൻ ആണ്. അപ്പം Li2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ, 6 ആണെങ്കിൽ ഏതാ ദിസ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇനി വേറെ എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ Li2 പ്ലസ് ആണെങ്കിലോ Li2 പ്ലസ് എന്ന് പറയുമ്പോൾ 6 എന്ന് പറഞ്ഞാൽ 5 ആയി കഴിഞ്ഞാൽ ഏതായി ദിസ് ഈസ് പാരാമാഗ്നറ്റിക് ആയി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ വേണമെങ്കിൽ He2 ആണെങ്കിലോ He2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 4 4ആണെങ്കിൽ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇനിയിപ്പോ വേണമെങ്കിൽ He2 പ്ലസ് ആണെങ്കിലോ He2 പ്ലസ് ആണെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ 3 ആയി കഴിഞ്ഞാൽ ഏതായി ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആയി. ക്ലിയർ ആവുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ വേറെ എക്സാമ്പിൾസ് കാണിക്കാം. റെഡി? ഇനി ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് N2 ആക്കാം. നൈട്രജൻ എന്ന 7 ആണ്. 7 ആകുമ്പോൾ 2 ഉണ്ടാകുമ്പോൾ 14 ആയി. 14 ആണെങ്കിൽ ഏതാ 14 ആണെങ്കിൽ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇനി N2 പ്ലസ് ആണെങ്കിലോ N2 പ്ലസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 13 ആണ്. 13 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി N2 മൈനസ് ആണെങ്കിലോ 14 ഒന്ന് കുടിച്ചാൽ 15 ആണെങ്കിൽ എന്താ ഓഡാണ്. ഓഡാണെങ്കിൽ ഏതായി ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി മക്കളെ O2 ആണെങ്കിൽ എന്താ O2 എന്ന് പറഞ്ഞാൽ 16 ആയി. 16 ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഓൾ 16 സ്പീസ് ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അതൊരു എക്സെപ്ഷനാലിറ്റി ആണ്. ഇനി ഇപ്പൊ O2 പ്ലസ് ആണെങ്കിലോ 16 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 ആണെങ്കിൽ എന്തായി മക്കളെ ഓഡായി. അപ്പോൾ ഏതായി വീണ്ടും ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി O2 മൈനസ് ആണെങ്കിലോ 16ലേക്ക് ഒന്ന് ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 17 ആയി. 17 ആണെങ്കിൽ എന്തായി ഓഡായി. വീണ്ടും എന്തായി ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനിയിപ്പോ O2 2 മൈനസ് ആണെങ്കിലോ O2 എന്ന് പറഞ്ഞാൽ 16 ആയി. 16ലേക്ക് 2 കൂടി കഴിഞ്ഞാൽ 18 ആയി. 18 ആയി കഴിഞ്ഞാൽ എന്തായി വീണ്ടും ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഷോർട്ട് കട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്യേണ്ടത്. എല്ലാ ഓഡ് അതുപോലെ 10 16 സ്പീസുകളെല്ലാം പാരാമാഗ്നറ്റിക് ആവും. ഓൾ ഈവൻ സ്പീസുകൾ എന്താവും ഡയാമാഗ്നറ്റിക് ആവും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക, നേരെ പാരയാണോ ഡയാണോ കണ്ടുപിടിക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ട്രിക്ക്, ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ. മക്കളെ അടുത്ത ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് പ്യുവർ ആൻഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ. വേണമെങ്കിൽ പ്യുവർ ഓർബിറ്റൽ മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് മാത്രമായിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാനിവിടെ കാണിക്കുന്നത് റേഷ്യോ ഓഫ് പ്യുവർ ഓർബിറ്റൽ ആൻഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, അതിന് 2 ട്രിക്കുകളാണ്. ഒന്നാമത്തെ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് സം ഓഫ് ഓൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇൻ ഓൾ ആറ്റം. എന്താണ് ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ സം ഓഫ് ഓൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇൻ ഓൾ ആറ്റം. ഇപ്പൊ നമ്പർ ഓഫ് പ്യുവർ ഓർബിറ്റൽ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ കാർബൺ ആറ്റം പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പൈ ബോണ്ട്. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സം ഓഫ് ഓൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇൻ ഓൾ ആറ്റം. നമ്പർ ഓഫ് പ്യുവർ ഓർബിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ കാർബൺ ആറ്റം പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പൈ ബോണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു C2H6 എടുത്തു. C2H6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് CH3 ദാറ്റ് ഈസ് ഈത്തൈൻ ആണ്. ഇപ്പോൾ നോക്കിയാണ് C2H6ന്റെ പ്യുവർ ഓർബിറ്റലും അതുപോലെ ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം എന്ന് നോക്കുക. എന്താണ് C2H6ന്റെ പ്യുവർ ഓർബിറ്റലും ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണെങ്കിൽ ആദ്യം C2H6ന്റെ സ്ട്രക്ചർ വരയ്ക്കുക. C2H6 എന്നാണ് എങ്ങനെ ഉണ്ടാവുക? H H H H H H ആണല്ലോ. ഇതാണ് ഈത്തൈൻ എന്ന് പറയുന്ന സാധനം. നമ്മളോട് ചോദിക്കുന്നത് ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഹൈബ്രിഡ് ഓർബിറ്റൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? സം ഓഫ് ഓൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇൻ ഓൾ ആറ്റം. എല്ലാ ആറ്റത്തിന്റെയും ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം ഈ കാർബൺ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുമായിട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ
sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ. ഈ കാർബണും എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതിന്റെയും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. റെഡിയാണല്ലോ? ആണ്. sp3 ആണെങ്കിൽ ഇതിനകത്ത് ഒരു എസും 3 p ഓർബിറ്റൽ ഉണ്ട്. ടോട്ടൽ ഇതിനകത്ത് 4 എണ്ണമാണ്. ഇവിടെ sp3 പോലെ എസും 3 പിയും 4 എണ്ണമാണ്. അതിനുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് 2 sp3കളാണ്. അപ്പൊ 4 + 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ് ഉണ്ടാവുക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡിയാണോ? ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദാറ്റ് ഈസ് പ്യുവർ ഓർബിറ്റൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്യുവർ ഓർബിറ്റൽ എങ്ങനെയാ പ്യുവർ ഓർബിറ്റൽ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ കാർബൺ ആറ്റം. കാർബൺ വെച്ചിട്ട് എത്ര ആറ്റം ഉണ്ടെന്നാണ്. അതായത് 1 2 3 4 5 6. നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ കാർബൺ ആറ്റം എത്ര? 6 പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പൈ ബോണ്ട്. ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്? പൈ ബോണ്ട് ഇല്ല, കാരണം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് സിഗ്മ ബോണ്ട് ആണ്. ഇവിടെ പൈ ബോണ്ട് ഇല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ പ്യുവർ ഓർബിറ്റലും ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിലാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പ്യുവർ ഓർബിറ്റൽ എത്ര മക്കളെ? 6 ആണ്. ഹൈബ്രിഡ് ഓർബിറ്റൽ എത്ര? ദാറ്റ് ഈസ് 8 ആണ്. 6:8 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3:4 ആണ് റേഷ്യോ വരിക. പ്രീവിയസ് ആയിട്ട് എക്സാമ്പിൾക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് പ്യുവർ ആൻഡ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേനാണെങ്കിലും അതിന്റെ പ്യുവർ ഓർബിറ്റലും ഹൈബ്രിഡ് ഓർബിറ്റലും റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? 3:4 ആണ് ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. റെഡി? ഉദാഹരണത്തിന് C2H6 പകരം നമുക്ക് C2H4, അതായത് എത്തീനിന്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. C2H4 ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. C2H4 ആണ് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കാം? H H H H. റെഡി ആണല്ലോ? ഇതാണ് C2H4. നമ്മളൊരു ഡബിൾ ബോണ്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ തരാം. ഇത് ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് വന്നതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഇതും ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷനും sp2 ആണ്. sp2 ആണെങ്കിൽ ഒരു എസും 2 p ആണ്. ടോട്ടൽ 3 ആണ്. 3 + 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 ആണ്. ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് പ്യുവർ ഓർബിറ്റൽ ആണ്. പ്യുവർ ഓർബിറ്റൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ കാർബൺ ആറ്റം 1 2 3 4 പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പൈ ബോണ്ട്. എത്ര പൈ ബോണ്ട് ഉണ്ട്? ഒരു സിഗ്മയും ഒരു പൈയും ആണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 1 ആണ്. അപ്പോൾ 4 + 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 ആണ്. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6:6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1:1 ആണ് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. വേണേ ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം. അടുത്ത C2H2 ആണ് നോക്കുക. C2H2 എന്ന് പറഞ്ഞാൽ ഇഥൈൻ ആണ് നോക്കുക. ഇഥൈൻ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക? ഇഥൈൻ. അപ്പൊ C2H2 ആണെങ്കിൽ വരാം C ബോണ്ട് CH H. ഇതാണ് ഇഥൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെ ആദ്യം നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കണം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? പറ. കാരണം ഇതിന്റെ ഹൈബ്രിഡ് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ദിസ് ഈസ് sp ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദിസ് ഈസ് ആൾസോ sp ഹൈബ്രിഡ്. sp ആണ് ഒരു s ഒരു p 2 2 + 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4. റെഡി ആണല്ലോ? അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്യുവർ ഓർബിറ്റൽസ് ആണ്. പ്യുവർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മയും 2 പൈയും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 2 × 2 2 × 2 എന്ന് പറഞ്ഞാൽ 4 + 2 ദാറ്റ് ഈസ് 6. അങ്ങനെയാണെങ്കിൽ പ്യുവർ ഓർബിറ്റൽ ഈസ് ടു ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ പ്യുവർ ഓർബിറ്റൽ ഈസ് 6:4 ഉണ്ടാവും. ദാറ്റ് ഈസ് 3:2 എന്നാണ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് മക്കളെ പ്യുവർ ഓർബിറ്റലും ഹൈബ്രിഡ് ഓർബിറ്റലും നമ്മളെ റേഷ്യോ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൂടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. മക്കൾ അടുത്ത എൻട്രൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സാധനമാണ് ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഐസോ സ്ട്രക്ചറൽ. കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് ആയത് ഏതാണ്, അല്ലെങ്കിൽ ഐസോ സ്ട്രക്ചറൽ ആയത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക്കും ഐസോ സ്ട്രക്ചറൽ ആയതാണ്, അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് അല്ല പക്ഷെ ഐസോ സ്ട്രക്ചർ. ഇങ്ങനെ ഒരുപാട് തിരിച്ചും മറിച്ചും ഒരുപാട് ക്വസ്റ്റ്യനുകൾ എൻട്രൻസ് എക്സാമുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഐസോ ഇലക്ട്രോണിക്, അതുപോലെ ഐസോ സ്ട്രക്ചറൽ. ഇത് മക്കളെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് 2 സെറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. TeI2 ആൻഡ് XeF2, XeF2 ആൻഡ് IbR2-. ഈ 2 ആൾക്കാർ ഐസോ ഇലക്ട്രോണിക് ആണോ അല്ലെങ്കിൽ ഐസോ സ്ട്രക്ചറൽ ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടും ആണോ അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സെറ്റ് എടുക്കാം. ഉദാഹരണത്തിന് TeI2 ആൻഡ് XeF2. ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഐസോ ഇലക്ട്രോണിക് ആണോ എന്നുള്ളതാണ്. ഐസോ ഇലക്ട്രോണിക് മക്കൾ എന്താ ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഐസോ ഇലക്ട്രോണിക് എന്നാണ് പറയാം. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ അതിനെ വിളിക്കുന്നവരാണ് ഐസോ ഇലക്ട്രോണിക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ 2 ആൾക്കാരുടെയും വാലൻസിലുള്ള ഇലക്ട്രോൺസിന് എണ്ണം കണ്ടുപിടിച്ചാൽ മതി. മക്കളെ T എന്ന് പറഞ്ഞാൽ ടെലൂറിയം ആണ്. ടെലൂറിയത്തിന്റെ വാലൻസ് എത്ര ഇലക്ട്രോൺ എന്ന് വെച്ചാൽ
ടെലൂറിയം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം ആണ് എന്ന് പറഞ്ഞാൽ 16ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ്. 16ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ വാലൻസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും മക്കളെ? വാലൻസിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി ഐഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ വാലൻസിൽ 7 ഉണ്ടാവും. അപ്പോൾ 7 × 2 7 × 2 14 14 × 6 ദാറ്റ് ഈസ് 20 ഇലക്ട്രോൺ ആണ്. ഇനി XCF2ന്റെ വാലൻസിലും 20 ഇലക്ട്രോൺ ആയിരുന്നു എങ്കിൽ ഈ രണ്ടാൾക്കാരും ഐസോ ഇലക്ട്രോണിക് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിനകത്ത് 20 അല്ലെങ്കിലോ അവ രണ്ടും ഐസോ ഇലക്ട്രോണിക് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാം. XCF2 മക്കളെ സെനോൺ എന്ന് പറഞ്ഞാൽ 18ാമത്തെ ഗ്രൂപ്പാണ്. വാലൻസിൽ 8 ഇലക്ട്രോൺ. ശരിയാണോ? ആണ്. ഇനി ഫ്ലൂറിൻ എന്ന് പറഞ്ഞാലോ 17ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ വാലൻസിൽ 7 ഇലക്ട്രോൺ ആണ്. 7 × 2 7 × 2 14 14 × 8 ദാറ്റ് ഈസ് 22. രണ്ടാളുടെ ഇലക്ട്രോൺ എണ്ണം സെയിം ആണോ? അല്ല. അപ്പൊ ഇവരെന്തല്ല? ഐസോ ഇലക്ട്രോൺ, നോട്ട് ഐസോ ഇലക്ട്രോണിക്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത 2 സ്പീസീസ് എടുക്കാൻ വേണ്ടി പോകണേ. ഏതൊക്കെയാ? XCF2 ഉണ്ട്, XCF2 ഉണ്ട്, IBr2 മൈനസ് ഉണ്ട്, IBr2 മൈനസ് ഉണ്ട്. ഈ രണ്ടാൾക്കാർ ഐസോ ഇലക്ട്രോണിക് ആണോ എന്നാണ് അടുത്ത കണ്ടുപിടിക്കാം. ഞാൻ XCF2 ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. XCF2 എത്രയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ 22 ആണ് എന്ന് പറഞ്ഞു. റെഡി ആണല്ലോ? ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ IBr2 മൈനസിനാണ് കണ്ടുപിടിക്കാൻ വന്നത്. ID എന്ന് പറഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പാണ്. വാലൻസിൽ 7 ഇലക്ട്രോൺ. റെഡി. ബ്രോമിൻ എന്ന് പറഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ 7 × 2. ഇനി ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ 1 ആഡ് ചെയ്യാം. +1 എന്ന് പറഞ്ഞാൽ 7 × 2 14 14 × 7 1 14 1 15 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 22. രണ്ടാൾക്കാരുടെ ഇലക്ട്രോൺ എണ്ണം സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ ദാസ് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഈ രണ്ടാൾക്കാരും എന്താണ്? ഇപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ് എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ ഈ രണ്ടാൾക്കാരും ഇതെന്തല്ല? ഇത് രണ്ടും ഐസോ ഇലക്ട്രോണിക് അല്ല. ഈ രണ്ടാൾക്കാർ ഐസോ ഇലക്ട്രോണിക് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഐസോ സ്ട്രക്ചറിൽ എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കുക. ഐസോ സ്ട്രക്ചറിൽ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാറില്ലേ? ഇപ്പൊ രണ്ടാൾക്കാരുടെ ഹൈബ്രിഡൈസേഷൻ സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഐസോ സ്ട്രക്ചറൽ സ്പീസ് എന്ന് പറയാം. അപ്പോൾ ഈ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തതുകൊണ്ട് ഞാൻ വരെ ചെക്ക് ചെയ്യുന്നില്ല. ഞാൻ ഇനി XCF2ൻ്റെതും IBr2 മൈനസിന്റെയും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ആദ്യം നമുക്ക് XCF2 കണ്ടുപിടിക്കാം. XCF2 റെഡി ആണല്ലോ? XCF2 ആകുമ്പോൾ സെനോൺ എന്ന് പറഞ്ഞാൽ 18ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ വാലൻസി 8 1 2 3 4 5 6 7 8 2 4 6 8. റെഡി. XCF2 നമ്മൾ 2 ഫ്ലൂറിൻ ഉണ്ടാവും. ഒരു ഫ്ലൂറിൻ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ലോൺ പെയർ, അടുത്ത ലോൺ പെയർ, അടുത്ത ലോൺ പെയർ. റെഡി. 3 ലോൺ പെയറും 2 സിഗ്മ ബോണ്ടും. അങ്ങനെയാണ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5 ആണെങ്കിൽ എന്താ? sp3 ഡീഹൈബ്രിഡൈസേഷൻ ഉണ്ടാവും. ക്ലിയർ ആണോ? ഇനി IBr2 മൈനസ് നോക്കാം. IBr2 മൈനസ് ID എന്ന് പറഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പാണ്. വാലൻസി 1 2 3 4 5 6 7 2 4 6 7. ഇനി ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ആഡ് ചെയ്യാം. റെഡി. ഇനി 2 ബ്രോമിൻ ആണ്. അപ്പോൾ ബ്രോമിൻ, അടുത്തത് ബ്രോമിൻ. അപ്പോൾ ഒരു ലോൺ പെയർ, 2 ലോൺ പെയർ, 3 ലോൺ പെയർ അല്ലേ? അപ്പോൾ ഇത് സിഗ്മ 2 + 3 ദാറ്റ് ഈസ് 5 5 ആണെങ്കിൽ sp3d ഹൈബ്രിഡൈസേഷൻ. രണ്ടാൾക്കാർ ഹൈബ്രിഡൈസേഷൻ സെയിം അല്ലേ? അപ്പോൾ ഈ രണ്ടാൾക്കാരും എന്താണ്? ഐസോ സ്ട്രക്ചർ. അപ്പോൾ ഇതൊരു പ്രീവിയസ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിന് ചോദിച്ചായിരുന്നു. 4 ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ 2 ഓപ്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ചോദ്യം ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു, ഐസോ ഇലക്ട്രോണിക്കും ഐസോ സ്ട്രക്ചറിലുമായിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ XCF2 ആൻഡ് IBr2 മൈനസ് ആർ ഐസോ ഇലക്ട്രോണിക് ആൻഡ് ഐസോ സ്ട്രക്ചറൽ എന്നാണ് പറയുക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. മക്കളെ, ഇത് 2016 ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The correct geometry and hybridization of XCF4. ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. XCF4ന്റെ ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് XCF4 ചെയ്ത് നോക്കുക. XCF4 എങ്ങനെ ചെയ്യാം? സെനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 1 2 3 4 5 6 7 8 8 വരച്ചു. F4 എന്ന് പറയുമ്പോൾ 4 ഫ്ലോറിൻ 1 2 3 4. റെഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോൺ പെയർ, അടുത്ത ലോൺ പെയർ എന്ന് പറഞ്ഞാൽ 4 സിഗ്മ ബോണ്ട്, 2 ലോൺ പെയർ, 4 2 6 ആണെങ്കിൽ sp3d2 ഉണ്ടാവും. sp3d2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഇട്ടുണ്ടാവും. 4 2 ആണെങ്കിൽ ദാറ്റ് ഈസ് സ്ക്വയർ പ്ലനാർ ആണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ് BB TT ട്രിപ്ലസ് അല്ലേ?
അപ്പോൾ അതിനകത്ത് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ക്വയർ പ്ലാൻ, SP3D2 സ്ക്വയർ പ്ലാൻ ഏതെങ്കിലും ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയാണ് നീറ്റ് എക്സാമുകൾക്കും അതുപോലെ IIT എക്സാമുകൾക്കും ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.